അല്പസമയം അഭി നന്ദിനിയെ പുണർന്നു തന്നെ നിന്നു. അപ്പോഴും അഭിയുടെ കണ്ണുനീർ തുള്ളികൾ നിലം പതിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ചവൾ ഇന്ന് വേദനിക്കുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും എല്ലാവരെയും പിരിഞ്ഞ് ഇവിടെ നിന്ന് പോകണമെന്നോർക്കുമ്പോൾ അവൾ വല്ലാതെ വേദനിക്കുന്നു. അപ്പോഴും അമ്മയുടെ അടുത്തേക്കാണല്ലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ചെറിയൊരു ആശ്വാസവും അവൾക്ക് തോന്നുന്നുണ്ട്. മോൾക്ക് ഇനിയും നല്ലൊരു ജീവിതമുണ്ട്. ഞങ്ങളെ ആരെയും മോള് മറക്കില്ലെന്ന് അറിയാം. ഞങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. മനസ്സിൻ്റെ ഒരു കോണിൽ മോള് എപ്പോഴും ഉണ്ടാകും. തന്നെ പുണർന്നവളെ പതിയെ അകറ്റി മാറ്റിക്കൊണ്ട് നിറമിഴിയാലെ നന്ദിനി പറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? സംസാരിക്കുമ്പോൾ അഭിയുടെ വാക്കുകളിൽ ഇടർച്ചയുണ്ട്. അറിയാതെയാണെങ്കിലും നന്ദിനി അമ്മയെ വേദനിപ്പിച്ചതിൽ അവൾക്ക് നല്ലതുപോലെ കുറ്റബോധമുണ്ട്. മോളോട് എന്തിന് ഞാൻ ദേഷ്യപ്പെടണം? അതിന് മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ഹർഷനോടെ ദേഷ്യമുള്ളൂ. അവൻ ഇത്രയും വലിയൊരു വിഡ്ഢിത്തരം ചെയ്തു വെക്കുമെന്ന് ഈ അമ്മ മനസ്സിൽ പോലും നനച്ചില്ല. അവൻ കാരണം മോളും ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. നിറഞ്ഞ വേദനയോടെ അഭിയുടെ കവിളിൽ തഴുകി നന്ദിനി. ഇന്ന് രാവിലെയാണ് അഭി വീട്ടിൽ വന്നത് തൊട്ട് ഇവിടം വരെയുള്ള ഓരോ സംഭവങ്ങളും മീനാക്ഷി നന്ദിനിയോട് പറയുന്നത്. ഇനിയും ഒന്നും നന്ദിനിയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ടതും മാധവൻ തന്നെയായിരുന്നു മീനാക്ഷിയോട് നന്ദിനിയോട് എല്ലാം പറയണമെന്ന് ആവശ്യപ്പെട്ടത്. മറ്റൊരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ നന്ദിനിയെ തങ്ങൾ തന്നെ ബോധിപ്പിക്കുന്നതാണ് നല്ലതെന്ന് മാധവന് തോന്നി. ഏയ്, അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേ ഹർഷേട്ടൻ എന്നെ വഴക്ക് പറയാറുള്ളൂ. നന്ദിനി ഹർഷനെ കുറ്റപ്പെടുത്തിയതും അഭി വേഗം അത് തടഞ്ഞുകൊണ്ട് കുറ്റം സ്വയം ഏറ്റു. പോകാം. ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ഹർഷൻ സ്റ്റെപ്പുകൾ ഇറങ്ങി ഹാളിലേക്ക് വന്നു. ഹർഷൻ്റെ ശബ്ദം കേട്ടതും ഹാളിൽ നിരന്നു നിൽക്കുന്നവരെല്ലാം സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ നോക്കി. നീ പോകുന്നുണ്ടോ അഭിമോളുടെ കൂടെ? ഹർഷൻ എല്ലാവരുടെയും അടുത്തേക്ക് എത്തിയതും മാധവൻ ചോദിച്ചു. ആ, അവൻ ഗൗരവത്തിലൊന്ന് മൂളിയതേയുള്ളൂ. ഞാനും ചന്തുവും പോകുന്നുണ്ട് അഭിയെ കൊണ്ടുവിടാൻ. ഹർഷൻ അഭിയെ കൊണ്ടുവിടാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞതും അർജുൻ വേഗം പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇവളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവിടാനും എനിക്കറിയാം. അർജുനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ഹർഷൻ പറഞ്ഞു. അർജുൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അർജുൻ്റെ കൂടെ ചന്തുവും പോകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഹർഷന് വല്ലാത്ത നീരസവും തോന്നി. അതുകൊണ്ട് തന്നെ അവൻ്റെ ശബ്ദത്തിൽ തീരെ മയമുണ്ടായിരുന്നില്ല. അഭിയുടെ കാര്യത്തിൽ ചന്തു കാട്ടുന്ന ആവേശം ഹർഷന് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചന്തുവും താനും പോകുന്നുണ്ടെന്ന് അർജുൻ പറഞ്ഞതും ഹർഷൻ്റെ നെറ്റി ചുളിഞ്ഞിരുന്നു. ആ ദേഷ്യവും അവൻ്റെ വാക്കുകളിൽ പ്രകടമായി. അല്ല, ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ചന്തു ഇപ്പോൾ വരും. അഭിയുടെ കൂടെ പോയി അവളുടെ വീട്ടുകാരെയും ചുറ്റുപാടും കണ്ടറിയാനാണ് അർജുൻ്റെയും ചന്തുവിൻ്റെയും ഈ യാത്ര തന്നെ. അതിനാണ് ഇപ്പോൾ ഹർഷൻ ഇറങ്ങിട്ടിരിക്കുന്നത്. നിങ്ങൾ പോകുന്നതും പോകാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. അഭിനയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവിടാനും ഈ ഹർഷനെ അറിയാം. ഡി, നീ ബാഗൊക്കെ പാക്ക് ചെയ്തോ? ഈർഷയോടെ അർജുനെ നോക്കിക്കൊണ്ട് അതേ ദേഷ്യത്തോടെയായിരുന്നു അഭിയോട് ഹർഷൻ ചോദിച്ചത്. ആ, ചെയ്തു. പെട്ടെന്ന് തന്നോട് ചോദിച്ചതും ഞെട്ടലോടെ അഭി ഹർഷനെ നോക്കി. എന്നാൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കണോ? വാ, ഇറങ്ങാം. ഹർഷൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നതും അവൾ വേഗം താഴെ കിടക്കുന്ന തൻ്റെ ബാഗ് കയ്യിലേക്ക് എടുത്തു. അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ നിറകണ്ണുകളോടെ അവളെ നോക്കാൻ തുടങ്ങിയിരുന്നു. അനുവും പൂജയും അഭി പോകുന്നതിനുള്ള വേദന മറച്ചു പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുനീർ തുള്ളികൾ അവരെ ചതിച്ചിരുന്നു. ഒരു പെരുമലയായി തന്നെ അവ നിലംപതിക്കാൻ തുടങ്ങി. ഒപ്പം രണ്ടുപേരുടെ ഏങ്ങലടികളും കൂടി. അതും കൂടി ആയതും അഭി ഉയർന്നു വരുന്ന കരച്ചിലോടെ രണ്ടുപേരെയും പോയി മുറുകെ പിടിച്ചു. ഞാൻ എത്തിയിട്ട് വിളിക്കാം. ചെറിയൊരു ഏങ്ങലിലൂടെ അഭി പറഞ്ഞതും പൂജയും അനുവും തലയാട്ടി. അവർക്ക് മറുത്തൊന്നും അഭിയോട് പറയാനുണ്ടായിരുന്നില്ല. പിന്നെ ഒട്ടും നേരം വൈകിയില്ല. അവൾ ഓരോരുത്തരോടും യാത്ര ചോദിച്ചു. അവസാനം രാജേന്ദ്രനിൽ എത്തുമ്പോൾ എന്തിനൊക്കെയോ അവളുടെ ഹൃദയമിടിക്കാൻ തുടങ്ങി. എപ്പോഴൊക്കെയോ ഒരച്ഛൻ്റെ സ്ഥാനം അവൾ രാജേന്ദ്രന് നൽകിയിരുന്നു. ആശിച്ചു പോയിരുന്നു തൻ്റെ അച്ഛനായിരുന്നു എങ്കിലെന്ന്. അതേസമയം തന്നെ രാജേന്ദ്രൻ്റെ മുഖം കാണുമ്പോഴാണ് അമ്മയ്ക്ക് പറ്റിയ ദുരന്തത്തെക്കുറിച്ച് അറിയാൻ അവൾക്ക് ആഗ്രഹം തോന്നുന്നത്. രാജമാമയുടെ പ്രണയിനി തൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്നുപോലും അവൾ ആശിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും തനിക്ക് കിട്ടുമായിരുന്നു. ഇവരെ ആരെയും തനിക്ക് വിട്ടുപിരിയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ രാജേന്ദ്രൻ്റെ മുഖത്ത് തന്നെ നോക്കി. മോളെ. രാജേന്ദ്രൻ പതിയെ അഭിയുടെ കവിളിൽ തട്ടി. ആ. അപ്പോഴാണ് അവൾ അറിയുന്നത് ഇത്രയും നേരം രാജമാമയുടെ മുഖത്ത് തന്നെയായിരുന്നു തൻ്റെ നോട്ടമെന്ന്. അവൾ ചെറുപുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് യാത്ര ചോദിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല. എല്ലാവരും തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് അഭിയെ യാത്രയയക്കാനായി ഇറങ്ങി. എന്നാൽ അതേ സമയമാണ് ചന്തു റെഡിയായി കാറുമായി തറവാട്ടുമുറ്റത്തേക്ക് വന്നത്. ചന്തുവിനെയും ചന്തുവിൻ്റെ കാറിനെ കണ്ടതും ഹർഷന്
തണുത്തിരുന്ന ദേഷ്യം ഉയർന്നു വന്നു. അഭിയോടുള്ള ചന്തുവിൻ്റെ അമിത സ്വാതന്ത്ര്യം അവനെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ രാത്രിയിലെ സംഭവത്തോടുകൂടി അഭി ഇനി കൂടുതൽ ഇവിടെ നിൽക്കുന്നത് നന്നല്ലെന്ന് ഹർഷൻ ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ് അവൻ ധൃതി പിടിച്ച് അഭിയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. എന്നാൽ നമുക്ക് പോകാം. കാറിൽ നിന്ന് ഇറങ്ങി വന്നതും തൻ്റെ കുഞ്ഞു ബാഗുമായി നിൽക്കുന്ന അഭിയെ കണ്ടതും ചന്തു ചോദിച്ചു. ഇന്നലെ രാത്രി തന്നെ അർജുൻ കാര്യങ്ങളൊക്കെ വിളിച്ച് ചന്തുവിനെ ധരിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ ചന്തുവാണ് അഭിയെ നമുക്ക് രണ്ടുപേർക്കും കൊണ്ടുവിടാമെന്ന് പറഞ്ഞത്. അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ രണ്ടുപേർക്കും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ റെഡിയായി ചന്തു തറവാട്ടിൻ്റെ മുറ്റത്തേക്ക് കാറുമായി വന്നത്. ചന്തുവിൻ്റെ ചോദ്യം തൻ്റെ നേർക്ക് വന്നതും അഭി ഹർഷനെ നോക്കി. താൻ എന്തു മറുപടി പറയും? അഭി തൻ്റെ നേർക്കാണ് നോക്കുന്നത് എന്ന് കണ്ടതും ഹർഷൻ ചന്തുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അവളെ ഞാനാണ് കൊണ്ടുവിടുന്നത്. തീർത്തും സൗമ്യമല്ലാത്ത രീതിയിൽ ഹർഷൻ ചന്തുവിന് മറുപടി നൽകി. അല്ല, ഞാനും അർജുനും. നിങ്ങളല്ലല്ലോ ഇവളെയും കൊണ്ട് ഇവിടേക്ക് വന്നത്, ഞാനല്ലേ? അപ്പോൾ തിരിച്ചു കൊണ്ടുവിടാനും എനിക്കറിയാം. ചന്തുവിനോട് പറഞ്ഞുകൊണ്ട് ഹർഷൻ കാറിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. അഭി അർജുനെയും ചന്തുവിനെയും വേദനയോടെ നോക്കിക്കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹർഷൻ്റെ കാറിൻ്റെ ബാക്കിലേക്ക് കയറാൻ തുടങ്ങിയതും ഹർഷൻ അവളെ നോക്കി പേടിപ്പിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവൾ വേഗം കോർ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്നു അവൻ്റെ അടുത്തിരുന്നു. അപ്പോഴും നിറമിഴികളോടെ പുറത്തുള്ളവർ തന്നെ നോക്കുന്നത് അഭി വേദനയോടെ നോക്കി. ഇനി ഇവരെ കാണാൻ കഴിയുമോ? ഇനി തൻ്റെ ജീവിതം പഴയപടിയാകില്ലേ? തന്നെ ഇവർ ഓർക്കുമോ? കാർ മുന്നോട്ട് പോകുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വന്നു. ഒരു ഭാഗത്ത് വേദനയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അവൾക്ക് സന്തോഷമേകി. എത്രയും പെട്ടെന്ന് തൻ്റെ അമ്മയുടെ അടുത്ത് എത്തണം, അതുമാത്രമായിരുന്നു പിന്നീട് അവളുടെ മനസ്സിൽ. അപ്പോഴും നിറമിഴികളോടെ തന്നെ യാത്രയയക്കുന്നവരെ അവൾ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. അഭിയും ഹർഷനും തറവാട്ട് ഗേറ്റും കടന്നു പോയതും കോലായിൽ നിൽപ്പുള്ളവരെല്ലാം വേദനയോടെ അകത്തേക്ക് പോയി. ഇപ്പോൾ അവിടെ അർജുനും ചന്തുവും മാത്രമേയുള്ളൂ. രണ്ടുപേരുടെയും മുഖത്ത് അത്രയും നേരം സങ്കടം നിഴലിച്ചിരുന്നെങ്കിലും എല്ലാവരും രണ്ടു വശത്തേക്ക് പോയതും രണ്ടുപേരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്തായി? ഞാൻ പറഞ്ഞപ്പോൾ നിനക്കല്ലായിരുന്നോ സംശയം? ചെറുപുഞ്ചിരിയോടെ ചന്തു അർജുനെ നോക്കി ചോദിച്ചു. എന്നാലും നിനക്കെങ്ങനെ ഇത്ര കറക്റ്റായി? സംശയവും അത്ഭുതവും അർജുൻ്റെ മുഖത്ത് തങ്ങി നിന്നു. അതാണ് മോനെ പോലീസ്. നീ എന്തു കരുതി ഈ ചന്തുനാഥിനെക്കുറിച്ച്? ഇനിയും ഞാൻ പറഞ്ഞതേ നടക്കൂ. താൻ പ്രവചിച്ചതൊക്കെ ശരിയാണെന്ന മട്ടിൽ വലിയ ഗമയോടെ അർജുൻ്റെ മുന്നിൽ ചന്തു നിന്നു. അങ്ങനെയായാൽ നിനക്ക് എൻ്റെ വക വലിയൊരു സമ്മാനമുണ്ടാകും. അതെയോ? എന്നാൽ ആ സമ്മാനം ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോളൂ. പിന്നെ കളി തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ദേ, അവസാനം അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നിന്റെ ഈ കളിയൊക്കെ തീർന്നോളും. വീമ്പോടെ പറയുന്നവനെ ചെറുപുഞ്ചിരിയാലെ അർജുൻ കളിയാക്കി. ദേ, ഇവിടം വരെ പന്ത് എൻ്റെ കോർട്ടിലാണല്ലോ. അപ്പോൾ മുന്നോട്ടത് അങ്ങനെ തന്നെയായിരിക്കും. നീ ആയിട്ട് ചളവും കുളവും ആക്കേണ്ട. അപ്പോൾ ശരി മോനെ, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. നീ പോവുകയാണോ? സ്റ്റെപ്പുകൾ ഇറങ്ങുന്നവനെ നോക്കി അർജുൻ ചോദിച്ചു. പിന്നെ പോകാതെ. ഇപ്പോൾ തന്നെ സമയം വൈകി. വൈകുന്നേരം കാണാം. തിരിഞ്ഞു നോക്കിക്കൊണ്ട് അർജുനോട് പറഞ്ഞ് തൻ്റെ കാറിൽ കയറി ചന്തു അപ്പോൾ തന്നെ വിട്ടു. അവൻ പോകുന്നത് നോക്കി ചെറുപുഞ്ചിരിയോടെ അർജുൻ അവിടെ തന്നെ നിന്നു. യാത്രയിലുടനീളം രണ്ടുപേരും മൗനമായിരുന്നു. ഇടയ്ക്കൊക്കെ ഹർഷൻ്റെ കണ്ണുകൾ അഭിയിലേക്ക് പാളിപ്പോകുന്നുണ്ട്. പെണ്ണ് കാറിലേക്ക് കയറിയത് മുതൽ പുറത്തേക്ക് നോട്ടം വായിച്ചിരിപ്പാണ്. നോട്ടം പുറത്തേക്കാണെങ്കിലും അഭിയുടെ മനസ്സിലേക്ക് പല ഓർമ്മകളും കടന്നു വരുന്നുണ്ട്. എത്രയും പെട്ടെന്നാണ് 1 വർഷം കടന്നുപോയത് എന്നവൾ ഓർത്തു. വേദനയേറിയ നിമിഷങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന വേദനയുള്ള നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവരെയും വിട്ടുപോകുന്നതിൽ നല്ല വിഷമമുണ്ട് അഭിക്ക്. ഹർഷൻ ഒഴികെ മറ്റെല്ലാവരോടും നല്ല കൂട്ടായിരുന്നു പെണ്ണ്. ആ ഒരു മൂകത അവളെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഹർഷൻ കാർ ഒരു മരത്തണലിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. കാർ നിന്നതും അവൾ ഹർഷനെ നോക്കി. ഇറങ്ങ്, എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം. സീറ്റ് ബെൽറ്റ് അയക്കുന്നതിനോടൊപ്പം അവൻ അഭിയോട് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. അപ്പോൾ തന്നെ അവളും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. നല്ല ഇളം കാറ്റുണ്ട്. നല്ല ചൂടാണെങ്കിലും ഈ ഇളം കാറ്റ് പ്രത്യേക അനുഭൂതി വിതയ്ക്കുന്നു. ഓരോ മരത്തിൻ്റെ ഭാഗത്തും പല വിധത്തിലുള്ള പാനീയങ്ങൾ വിൽക്കുന്നുണ്ട്. എല്ലാം തണുത്തത് തന്നെ. ചൂടിനൊരു ശമനം. തനിക്കെന്താ കുടിക്കാൻ വേണ്ടത്? തങ്ങൾ കാർ നിർത്തിയ ഭാഗത്തുള്ള ഒരു കടയിലേക്ക് നോക്കിക്കൊണ്ട് ഹർഷൻ അഭിയോട് ചോദിച്ചു. എനിക്ക് തണുത്ത എന്തെങ്കിലും മതി. പാറിപ്പറക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ അവന് മറുപടി നൽകി. അഭി പറഞ്ഞതും ആ കുഞ്ഞു കടയിലേക്ക് ഹർഷൻ നടന്നു. പിറകെ അഭിയും. 2 ഓറഞ്ച് ജ്യൂസ്. ഹർഷൻ കടക്കാരനോട് പറഞ്ഞതും അയാൾ വേഗം ജ്യൂസ് അടിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ 2 പേർക്കും ജ്യൂസ് കിട്ടി.
രണ്ടുപേരും അത് വാങ്ങിച്ച് കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ഒരു കുശലാന്വേഷണം എന്ന രീതിയിൽ ഹർഷൻ അബിയെ നോക്കി. അമ്മ മാത്രം. ജ്യൂസ് അല്പാൽപമായി സിപ്പ് ചെയ്തുകൊണ്ട് അവൾ അവന് മറുപടി നൽകി. അച്ഛനോ? അവൾ മറുപടി നൽകിയതും ഉടനെ അടുത്ത ചോദ്യം വന്നിരുന്നു ഹർഷന്റെ ഭാഗത്ത് നിന്ന്. അബിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹം അവന് നല്ലതുപോലെ ഉണ്ട്. അതിനും കൂടി തന്നെയായിരുന്നു ഈ യാത്രയും. അറിയില്ല. അവൾക്ക് മറ്റൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. അച്ഛനെ അറിയാത്തതാണോ അതോ അച്ഛൻ എവിടെയെങ്കിലും? അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുമില്ല. ഹർഷൻ തന്നോട് വീണ്ടും ചോദിക്കുന്നതിന് മുമ്പ് അബി അവനുള്ള മറുപടി നൽകി. ഒപ്പം കയ്യിലെ ജ്യൂസ് അവിടെയുള്ള വേസ്റ്റ് ടിന്നിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. അവൾക്ക് എന്തോ അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നി. ചെറുപ്പത്തിൽ തൻ്റെ കൂട്ടുകാരിൽ നിന്നും താൻ അറിഞ്ഞ ഏറ്റവും വലിയ അവഗണനയായിരുന്നു അച്ഛൻ്റെ സ്ഥാനത്ത് ആരുമില്ലാത്തത്. വീണ്ടും അതേ ചോദ്യം ഹർഷന്റെ ഭാഗത്തു നിന്നുണ്ടായതും അവൾക്ക് പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നു. പ്രസവിച്ച കുഞ്ഞിന് അച്ഛനില്ലാത്തതിൻ്റെ പേരിൽ പിഴച്ചവൾ എന്ന് പഴികേട്ടിരുന്ന അമ്മ, പിഴച്ച സന്താനമെന്ന് പറഞ്ഞ് തന്നെ പലരും കളിയാക്കിയ സാഹചര്യങ്ങൾ അവൾ ഇപ്പോഴും ഓർക്കുന്നു. എന്തിന്? അമ്മച്ചൻ പോലും തന്നെ എത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അച്ഛൻ്റെ പേരിൽ മാത്രം. അബി, മറ്റെവിടേക്കോ ചിന്തയിലായിരുന്നവളെ അവൻ വിളിച്ചു. താൻ ചോദിച്ചത് അതിനു മാത്രം തെറ്റായിപ്പോയോ? അച്ഛനെക്കുറിച്ച് അറിയില്ലെന്ന് പറയുമ്പോൾ ഏകദേശം അബിയുടെ സാഹചര്യം എന്താണെന്ന് ഹർഷൻ ഇപ്പോൾ വ്യക്തമാകുന്നു. പോകാം. ഹർഷൻ വിളിച്ചതും അവൾ പറഞ്ഞുകൊണ്ട് വേഗം കാർ ഡോർ തുറന്ന് സീറ്റിലേക്കിരുന്നു. അവളെയും ഒരു നിമിഷം നോക്കിക്കൊണ്ട് അവനും ജ്യൂസ് ഗ്ലാസ് ടിന്നിലേക്കിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിന് മുൻപേ തൻ്റെ അടുത്തിരിക്കുന്നവളെ അവൻ നോക്കി. കണ്ണുകൾ ഇറുകെയടച്ച് സീറ്റിൽ ചാരി കിടക്കുന്നവൾ. അവൻ പിന്നീട് അവളോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. അവളുടെ മനസ്സിൻ്റെ വേദന അവൻ മനസ്സിലാക്കുന്നു. ഈ യാത്രയിൽ തൻ്റെ മനസ്സ് അവളുടെ മുന്നിൽ തുറന്നു കാട്ടാനായിരുന്നു ഹർഷന്റെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയായിരുന്നു ഇവിടെ നിർത്തിയതും. പക്ഷേ അവളുടെ സാഹചര്യം ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് വന്ന മാറ്റം അവനെയും വല്ലാതെയാക്കി. പിന്നീട് തൻ്റെ മനസ്സ് എന്താണെന്ന് അവൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലായി ഹർഷൻ. യാത്രയിലുടനീളം അവർ രണ്ടുപേരും മൗനത്തിലായിരുന്നു. ഉച്ചയോടടുത്തതും വല്ലിക്കൽ കോളനിയുടെ വലിയൊരു കവാടം കടന്ന് കാർ അകത്തേക്ക് സഞ്ചരിച്ചു. തൃശ്ശൂർ എത്തിയപ്പോഴേ ഹർഷൻ മാപ്പ് ഓൺ ചെയ്തിരുന്നു. അതുകൂടാതെ വഴി തെറ്റുമ്പോൾ അബിയും അവന് വഴി പറഞ്ഞു കൊടുത്തു. ഒരു കുഞ്ഞു ഓടിട്ട വീടിൻ്റെ മുന്നിൽ അബി കാർ നിർത്താൻ പറഞ്ഞതും അവൻ റോഡിൻ്റെ അരികിലേക്ക് കാർ നിർത്തി. എൻ്റെ വീടാണ്. ആ ഓടിട്ട വീട്ടിലേക്ക് കണ്ണുകൾ പായിച്ച് അബി ഹർഷനോട് പറഞ്ഞതും ഹർഷന്റെ കണ്ണുകൾ ആ വീട്ടിലേക്ക് ചെന്നെത്തി. അപ്പോഴേക്കും വില കൂടിയ ഒരു കാർ കോളനിയുടെ അകത്തേക്ക് വന്നത് കണ്ടതും ചുറ്റുമുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ തുടങ്ങിയിരുന്നു. ഒപ്പം കാറിൻ്റെ അടുത്തേക്ക് ചിലർ വരുന്നുമുണ്ട്. കാറിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ കണ്ടതും ഹർഷൻ തൊട്ടരികിലിരിക്കുന്ന അഭിയെ നോക്കി. ആദ്യമായിട്ടാ ഇത്രയും വിലയുള്ള ഒരു കാർ ഈ കോളനിയുടെ അകത്തേക്ക് വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവന് മറുപടി നൽകി. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ചു കാറിൽ നിന്ന് ഇറങ്ങി. ഹർഷൻ ഇറങ്ങിയതും അബിയും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അല്ല, ഇതാരാ? അബിമോളോ? അബി പുറത്തേക്ക് ഇറങ്ങിയതും താടിക്ക് കൈവച്ചുകൊണ്ട് അവിടെ നിന്ന ഒരു സ്ത്രീ അതിശയത്തോടെ ചോദിച്ചു. ആ സ്ത്രീ ചോദിച്ചതിന് അബി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ഒപ്പം ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഹർഷനെയും അവൾ നോക്കി. മോൾക്ക് ലീവ് കിട്ടി വന്നതാണോ? അബി വരുന്ന കാര്യമൊന്നും പാറുമ്മ പറഞ്ഞില്ലല്ലോ. അടുത്ത ചോദ്യവും ഉടനെ വന്നു. ഇല്ല, ഞാൻ ഇന്നാണ് തീരുമാനിച്ചത് ഇവിടേക്ക് വരാൻ. അമ്മയോടും പാറുമ്മയോടും ഒന്നും ഞാൻ വരുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല. ആ, അതായിരിക്കും രാവിലെ അവർ ആശുപത്രിയിലേക്ക് പോയതല്ലേ? ഹോസ്പിറ്റലിലേക്കോ? സംശയത്തോടെ അബി രാഗിണിയെ നോക്കി. അതെ, ഇന്നല്ലേ മോളുടെ അമ്മയെ കാണിക്കേണ്ട ദിവസം. അതെന്താ ഫോൺ വിളിക്കുമ്പോൾ അമ്മയൊന്നും പറയാറില്ലേ? ആ സ്ത്രീയുടെ മുഖത്തും സംശയം ഉളവായി. എന്തെന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കണ്ടപ്പോൾ വരെ സാവിത്രി പറഞ്ഞതാണ് മോളിപ്പോൾ വിളിച്ചു വച്ചതേയുള്ളൂന്ന്. അപ്പോൾ ഇന്ന് ചെക്കപ്പിന് പോകേണ്ടത് മോളോട് പറയാതിരിക്കുമോ? സംശയത്തോടൊപ്പം ആ സ്ത്രീയുടെ കണ്ണുകളും കൂർന്നു. ആ, അമ്മ പറഞ്ഞിരുന്നു, എനിക്ക് മറന്നുപോയതാ. രാഗിണിയുടെ മുഖം മാറുന്നത് കണ്ടതും അബി വേഗം മറുപടി പറഞ്ഞു. അമ്മയും പാറുമ്മയും മാമയും ഇവരോടൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് അബിക്ക് അറിയില്ലല്ലോ. അല്ല, ഇതാരാ മോളെ? അബിയെ വിടാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല രാഗിണിക്ക്. ഉടനെ അടുത്ത ചോദ്യം വന്നിരുന്നു. അതും ഹർഷന്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ആ, അത് എൻ്റെ സാറാണ്. സാറിന് തൃശ്ശൂർ വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തതാ. ഹർഷനെ നോക്കിക്കൊണ്ട് അവൾ വായിൽ തോന്നിയ മറുപടി അങ്ങ് കൊടുത്തു. വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെന്നേ ഉള്ളൂ കോളനിക്കാർക്ക്.
പക്ഷേ കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചെടുക്കാൻ ഇവരെപ്പോലെ കഴിവുള്ളവർ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ അഭി സൂക്ഷ്മതയോടെയായിരുന്നു ഓരോന്ന് പറഞ്ഞിരുന്നത്. എന്തെന്നാൽ ഇനിയും താൻ ഇവിടെ ജീവിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു പഴി വന്നാൽ ഇവിടുന്ന് പുറത്താക്കാനും മതി. ഇവിടെയുള്ളവർ അങ്ങനെയാണ്. വിദ്യാഭ്യാസവും പണവും ഇല്ലെന്നേയുള്ളൂ. പക്ഷേ പേരുദോഷം ആരും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ ഇവിടെ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. എന്നാൽ സാറിനെയും കൊണ്ട് അകത്തേക്ക് പോ മോളെ, അവർ ഇപ്പോൾ എത്തും. കുറച്ച് വയസ്സായ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് രാഗിണിയെ ഒന്ന് നോക്കി ഹർഷനോട് വരാൻ പറഞ്ഞു. അപ്പോഴും രാഗിണിയുടെ മുഖത്ത് സംശയം നിഴലിച്ചു തന്നെ നിൽപ്പുണ്ടായിരുന്നു.